തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് MR ഗോപൻ, നേമം വാർഡിലെ എല്ലാവർക്കും സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയാണ്. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. എങ്ങനെയുണ്ട് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഒരു മെമ്പറാണ്. 10 വർഷമായിട്ടല്ലേ? 20 വർഷമായിട്ട് ഒരു കൗൺസിലറാണ്. അപ്പൊ അത് എങ്ങനെ ഇരിക്കുന്നു ചോദിക്കുന്നില്ല. എങ്കിലും നിയമം എന്നുള്ള പുതിയ വാർഡ് താങ്കൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതിനകത്ത് കുറെ ഭാഗങ്ങൾ പോയെന്ന് തോന്നുന്നു അല്ലേ? പൂർണ്ണമായിട്ടുണ്ട്. ശരി. അപ്പൊ ഇനി ഈ കഴിഞ്ഞ 5 വർഷത്തെ ഗ്യാപ്പ് നിയമത്വം, അപ്പൊ ഇനി വരാൻ പോകുന്ന 5 വർഷക്കാലം താങ്കൾ ജയിക്കുകയാണെങ്കിൽ ഈ വാർഡിന് വേണ്ടി ചെയ്യുന്ന കുറച്ച് പ്രോജക്റ്റുകൾ കാണും. MR ഗോപൻ എന്ന വ്യക്തിക്കാണ് ആ പ്രോജക്റ്റുകൾ മനസ്സിലാത്തുള്ളത്. അത് എന്തൊക്കെയാണെന്ന് പറയാം. ഇന്നും സാധാരണക്കാരന് ഒരു കിടക്കാടം എന്ന സ്വപ്നം ചാനൽ ബണ്ടിൽ താമസിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഈ ചാനലിന്റെ കരയിൽ 1/2 സെന്റ് ഓളം ഭാഗം വരുന്ന ഭൂമിയിൽ അവരുടെ അടുക്കളയും അവരുടെ കിടപ്പാടും ഒക്കെയുള്ള സാധാരണക്കാരനുള്ള ആളുകൾ, അവരെ പരിരക്ഷിക്കുവാൻ ഒരു പദ്ധതി, ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി, അത് പ്രകാരം വസ്തു ഉള്ളവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന സംവിധാനം ഇന്ന് ഏറെക്കുറെ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ നടന്നു വരികയാണ്. അതിൻ്റെ തുടർച്ച വീണ്ടും ഉണ്ടാകും. മുഴുവൻ ആളുകൾക്കും ഭവനം എന്ന സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കാൻ ശ്രമിക്കും. മുഴുവൻ ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള കുടിവെള്ള പദ്ധതി, ഇവിടെ സാധാരണക്കാരൻ്റെ ആവശ്യങ്ങളിലേക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. പ്രോജക്റ്റ് വളരെ പ്രധാനം വരുന്നത് വേസ്റ്റ് മാനേജ്മെന്റാണ്. ഞങ്ങൾ പലരോടും ചോദിച്ചത് ആ വേസ്റ്റ് മാനേജ്മെന്റ് വിഷയം ഇനി വരുന്ന കാലത്ത് ജയിക്കുന്ന സ്ഥാനാർത്ഥി അങ്ങ് ജയിച്ച് കൗൺസിലറായി കഴിഞ്ഞാൽ ഇതേ വാർഡിൽ തന്നെ ഈ വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കാൻ സാധിക്കുമോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വിഷയം. ഏറ്റവും വലിയ മഹത്തരമായ സ്റ്റേറ്റുകളിൽ സൂറത്തില് വേസ്റ്റ് മാനേജ്മെന്റിന് പൂർണ്ണമായും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാതൃക കേരളത്തിന് കൊണ്ടുവരാൻ അവിടെ ചെയ്തതിൻ്റെ എക്സ്പെർട്ടായിട്ടുള്ള അന്നത്തെ അവിടുത്തെ കളക്ടർ കൂടിയായിരുന്ന ശ്രീ നരഹരി എന്ന് പറയുന്ന അദ്ദേഹത്തെ ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി അദ്ദേഹം അവിടെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു മാർഗരേഖ നമുക്ക് കൈമാറിയിട്ട് പോയിട്ടുണ്ട്. BJP തിരുവനന്തപുരം നഗരസഭ അധികാരത്തിൽ വന്നാൽ മാലിന്യ പ്രശ്നത്തിന് സമ്പൂർണമായിട്ടുള്ള പരിഹാരം കേന്ദ്ര സഹായത്തോടു കൂടി നമുക്ക് നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഡ്രെയിനേജിന്റെ കാര്യം ഇന്ന് നമ്മുടെ ഇവിടുത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ 2 സെന്റിലും 3 സെന്റിലും താമസിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരന് 2 സെന്റ് ഭൂമിയുള്ളവൻ 3 സെന്റ് ഭൂമിയുള്ള ഒരു കിണറും ഒരു സെപ്റ്റിക് ടാങ്കും എടുക്കാൻ സാധിക്കാതെ വളരെ വിഷമതയിലാണ്. ആ ആളുകൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം, ഒരു ഡ്രെയിനേജ് സംവിധാനം കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ അമൃത് പദ്ധതി പ്രകാരം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഭരണത്തിൽ വരികയാണെങ്കിൽ ഏറെക്കുറെ മാറ്റം വരുമെന്നാണ് തീർച്ചയായിട്ടും. ചന്ദ്രശേഖർജി പ്രഖ്യാപിക്കപ്പെട്ടതുപോലുള്ള ഒരു വികസിത അനന്തപുരി എന്ന സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കും. വിജയാശംസകൾ. താങ്ക് യു.